നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീനാണ്. സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് ബാറ്ററി, നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ഏതെങ്കിലും ഇപ്പോൾ ഉപകരണങ്ങൾ, ഇപ്പോൾ ഇലക്ട്രിക് ഷേവർ, അങ്ങനെ പല, ഇപ്പോൾ ടോർച്ചിനകത്ത് വരും. ഇതിപ്പോൾ ഡ്രിൽ മെഷീൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ബാറ്ററികൾ, ഇതൊക്കെ ലിഥിയം അയൺ ബാറ്ററികളാണ് വരിക, ചെറിയ ഇലക്ട്രിക് കോമ്പാക്ട് ഡ്രില്ലിനകത്തൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വല്ല ബാറ്ററി കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ, ഇത് പ്രൊഫഷണൽ വർക്കിന് ഉദ്ദേശിച്ച് ഉള്ള ടൂളല്ല. അത് DIY നമ്മൾ സ്വന്തമായിട്ടൊക്കെ വീടുകളിൽ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ, അല്ലാണ്ട് ഇപ്പോൾ കാറിൻ്റെയോ സ്കൂട്ടറിൻ്റെ ഒക്കെ ബാറ്ററി ഫുള്ളായിട്ട് അസംബിൾ ചെയ്യണതിനൊന്നും ഇത് പോരാ. ഇതൊക്കെ ചെറിയ ലൈറ്റ് പർപ്പസ് വർക്കിന് നമുക്ക് ഇത് ധാരാളം മതി. ഇതിന് ചെറിയ വിലയേ വരുന്നുള്ളൂ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാനൊരു 3 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഇതിനാകെ 1500 രൂപ ഇതിന് വില വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ വർക്കുകൾക്കൊക്കെ ഇത് ധാരാളം മതി. ഇതിൻ്റെ ഇപ്പോൾ ബാറ്ററിയിലൊക്കെ നമ്മൾ ഇതിന് ഇങ്ങനത്തെ നിക്കൽ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ നിക്കൽ പ്ലേറ്റ് വെച്ച് നമ്മൾ ഈ ബാറ്ററി, ഇതിപ്പോൾ കണക്ഷൻ കൊടുക്കണമെങ്കിൽ നേരിട്ട് നമ്മൾ സോൾഡർ ചെയ്താൽ ഇതിലൊന്നും പിടിക്കില്ല. വയറ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റില്ല. സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ നോക്കി ഒരുപാട് ഹീറ്റ് ചെയ്യണം. അങ്ങനെ വല്ലാതെ ഹീറ്റ് ചെയ്യുമ്പോൾ ബാറ്ററിക്ക് ഡാമേജ് വരും, ചിലപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ലിഥിയം അയൺ ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിനാണ് സ്പോട്ട് വെൽഡിങ് ഉപയോഗിക്കുക. ഇതാകുമ്പോൾ ഒരു മൈക്രോ സെക്കൻഡിൽ പെട്ടെന്ന് ഒരു ഫ്ലാഷ് അടിക്കുന്ന അത്രയും ഇതേ വേണ്ടു. ബാറ്ററി ഒന്നും ചൂടാകില്ല പെട്ടെന്ന്. ഇതിപ്പോൾ അതുപോലെ സോൾഡർ ചെയ്ത് വെച്ചാണ്. ഇതിപ്പോൾ നമ്മൾ വലിച്ചൊന്നും പറിച്ചെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതിൽ തന്നെ ചെയ്താണ്. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കേണ്ട. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെയുള്ള നിക്കൽ പ്ലേറ്റും വാങ്ങിയിട്ട്, ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 മീറ്റർ ഒക്കെ ഉണ്ടാവുന്നതാണ്. ഞാൻ 2-3 വർഷം ചെറിയ രീതിയിലൊക്കെ ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഈ ഡ്രില്ലിൻ്റെ, ഇതൊരു കോമ്പാക്ട് ഡ്രില്ലാണിത്. ഇതിൻ്റെ ബാറ്ററിയാണ്, ഈ ഡ്രില്ലിങ് മെഷീനിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഇതിപ്പോൾ 2 ബാറ്ററി വരുന്നതാണ്. അപ്പോൾ ഇതിലിടയ്ക്ക് ഇതിപ്പോൾ ഒരു 6-7 വർഷമായി ഈ ഡ്രില്ല് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വരുമ്പോൾ ഞാൻ ഓരോന്ന് ഡാമേജ് ഉള്ളത് മാറ്റി ഇതിൽ തന്നെ വെൽഡ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്കിത് ധാരാളം മതി. ഇതിനു വേണ്ടി ഇപ്പോൾ ബാറ്ററി, ഇപ്പോൾ ഒരു ബാറ്ററി കംപ്ലൈൻറ്റ് വന്നു, അതങ്ങനെ മൊത്തം മാറി വാങ്ങണമെങ്കിൽ ഇത് ഒരുപാട് പൈസ വരും. ഇങ്ങനത്തെ ബാറ്ററി സെറ്റ് യൂണിറ്റ് വാങ്ങാൻ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറിയ ഇതൊക്കെ ടൂളുണ്ട്. ഒരു ഡിജിറ്റൽ ഇത് പ്ലാമീറ്ററോ അങ്ങനെ എന്തെങ്കിലും മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഏത് സെല്ലാണ് കംപ്ലൈൻറ്റ്. മൾട്ടിമീറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. നമുക്ക് ഓരോ ബാറ്ററിയുടെയും വോൾട്ടേജ് ചെക്ക് ചെയ്ത് നമുക്ക് അറിയാം. ഇതിനകത്ത് 5 ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഈ 5 ബാറ്ററിയും ചെക്ക് ചെയ്താൽ ഡാമേജ് ഉള്ളതിൽ വോൾട്ടേജ് കുറവായിരിക്കും. ഈ ലിഥിയം ബാറ്ററിയൊക്കെ 3.7 വോൾട്ടാണ് വരുന്നത്. 18650 എന്ന് പറഞ്ഞ ഒരു മോഡൽ നമ്പറാണ് ലിഥിയം ബാറ്ററികൾ വരുന്നത്. അപ്പോൾ ഈ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സ്പോട്ട് വെൽഡർ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ സോൾഡർ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ തുറക്കണമെങ്കിൽ സാധാരണ സ്ക്രൂ ഡ്രൈവർ മാത്രം മതിയാവില്ല. ഇങ്ങനെ സ്പെഷ്യൽ ബിറ്റുകളുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെ കിറ്റ് കിട്ടും വാങ്ങാൻ. അപ്പോൾ അതിലൊക്കെ പല ടൈപ്പ് മൾട്ടി ടിപ്പുകളുള്ള സ്ക്രൂ ഡ്രൈവർ കിട്ടും. അപ്പോൾ ഇതിൽ സ്പെഷ്യൽ ഇതാണ്. നോർമൽ ചൈനീസ് ഇതൊക്കെ വരുന്നത്, നമ്മുടെ ഇവിടെ നിന്ന് വരുന്നതൊക്കെ നോർമൽ സ്ക്രൂ ഡ്രൈവർ ഇതായിരിക്കും. പക്ഷെ പുറത്തുനിന്നുള്ള സാധനങ്ങളിലൊക്കെ സ്പെഷ്യൽ കീകളാണ് വരിക, സ്ക്രൂകളൊക്കെ സ്പെഷ്യൽ ടൈപ്പ്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ സ്ക്രൂ ഉപയോഗിച്ച് നമുക്കിതൊക്കെ തുറക്കാൻ പറ്റുള്ളൂ. ഇതാകെ 4 സ്ക്രൂ ഇതിനകത്താകെ വരുന്നുള്ളൂ. ഇപ്പം നമുക്കിങ്ങനെ തുറന്ന് മാറ്റാം. ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഇത് അതിൻ്റെ BMS ആണത്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. ഇതിനകത്ത് 5 സെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതിലത്തെ ഒരു സെല്ല് പ്രത്യേക കളറിൽ കാണുന്നത് ഞാൻ ഇടയ്ക്ക് മാറ്റിയതാണ്. ഈ കാണുന്നത് ഇതിൻ്റെ നോർമൽ വരുന്ന ഈ ടൈപ്പാണ് വരുന്നത്. ഇതിപ്പോൾ ഇടയ്ക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൾട്ടിമീറ്ററോ പ്ലാമീറ്ററോ ഉപയോഗിച്ച് നമുക്കിതിൽ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിതിൽ അറിയാം ഏതെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ. മീറ്റർ ഓൺ ആക്കുന്നു. ഇത് ഓരോന്നും ചെക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ 3.9 ഉണ്ട്, ഫുൾ ചാർജ് ആണ്. നോർമൽ 3.9
3.7 ആണ് വരിക. അതിപ്പോൾ ഫുള്ള് ചാർജ് ചെയ്തപ്പോൾ 3.9 ഉണ്ട്. ഇപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒന്ന് ഡാമേജ് ഉണ്ടെങ്കിൽ. എല്ലാം 3.9 കാണിക്കുന്നുണ്ട്. എല്ലാം 3.9 തന്നെ. അപ്പോൾ ഇതെല്ലാം ഒരേ കണ്ടീഷൻ തന്നെയാണ്, എല്ലാം ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിൽ ഇത്രയും വോൾട്ടേജ് കാണിക്കില്ല, കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സെല്ല് നമ്മൾ മാറ്റി പുതിയ സെല്ല്, മറ്റൊരു സെല്ല് അതിൽ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഒരു 3 വർഷം മുമ്പാണ് ഈ സ്പോട്ട് വെൽഡർ ഇത് വാങ്ങിയത്. അത് ബാങ്ക്വുഡ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് 1500 രൂപയ്ക്കാണ് ആ സമയത്ത് വാങ്ങിയത്. ഇപ്പോഴും ഏകദേശം ആ വില തന്നെയാണ് ബാങ്ക്വുഡിൽ. പക്ഷേ ആമസോണിലൊക്കെ, ഇന്ത്യയിൽ നമ്മുടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഇതിന് 2800 രൂപയ്ക്കാണ് ഇപ്പോൾ ഇതിന്റെ വില കാണുന്നത്. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പുറത്തുള്ള സൈറ്റുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ചെക്ക് ചെയ്യാൻ ഇതിൽ പറ്റുന്നുണ്ടെങ്കിലും വെൽഡ് ചെയ്യാൻ നമുക്ക് ഇതിൽ പറ്റില്ല. ഈ ആംബിയർ ഇതിപ്പോൾ ഞാൻ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് 5 ആംബിയറിന്റെ ഒരു അഡാപ്റ്ററാണ് വെച്ചിരിക്കുന്നത്. 5 ആംബിയർ ഒന്നും ഇതിന് പോരാ. നമുക്കൊരു ബാറ്ററിയിൽ നിന്ന്, വീട്ടിലൊക്കെ ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെർട്ടറിന്റെ ബാറ്ററിയിലൊക്കെ കണക്ട് ചെയ്താലും നല്ല രീതിയിൽ, അല്ലെങ്കിൽ വണ്ടിയുടെ ബാറ്ററി, കാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ബാറ്ററിയിൽ കുറച്ച് ആംബിയർ, ഒരു 10 ആംബിയറിൽ കൂടുതൽ എന്തെങ്കിലും വേണ്ടി വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് 5 ആംബിയറിന്റെ അഡാപ്റ്റർ വെച്ചിട്ട് ഇത് വർക്ക് ആവില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ നിക്കൽ പ്ലേറ്റ് ഇതുപോലെ ഇതിനകത്ത് ഇത് 0.1 തൊട്ട് 0.3 mm വരെ തിക്നെസ് ഉള്ള നിക്കൽ പ്ലേറ്റ് ആണ് ഇതിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുക. ഇതിപ്പോൾ എത്ര, നമുക്കൊരു തിക്നെസ് ഗേജ് വെച്ച് നമുക്കിത് എത്രയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു തിക്നെസ് ഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിക്നെസ്സുകളൊക്കെ അളക്കാം. ഇത് 20 mm വരെ നമുക്ക് ഉള്ള തിക്നെസ് അളക്കാവുന്നതാണ്. ഇതും പുറത്തുനിന്ന് വാങ്ങിയത് തന്നെയാണ്. ഇതിന് ഏകദേശം 860 രൂപയ്ക്കാണ് ഞാൻ ഒരു വർഷം മുന്നേ വാങ്ങിയത്. അപ്പോൾ ബാങ്ക്വുഡ് അവിടെ നിന്ന് വാങ്ങുമ്പോൾ 860 ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ അതിന് 2500 രൂപ വിലയുണ്ട്. ഈ 20 mm വരെ അളക്കാം. ഇത് 20 mm വരെ തിക്നെസ് ഉള്ളത് അളക്കാവുന്നതാണ്. അപ്പോൾ ഈ 20 mm ഇവിടെ ആമസോണിലൊക്കെ നോക്കുമ്പോൾ 2500 രൂപ വിലയുണ്ട്. ഇത് ഞാൻ 860 രൂപയ്ക്കാണ് ബാങ്ക്വുഡിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിന്റെ തിക്നെസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് ഓണാക്കിയിട്ടുണ്ട്, 0 ആണ്. അപ്പോൾ അത് ഇതിനകത്ത് വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള മൈന്യൂട്ടുള്ളത് അളക്കണമെങ്കിൽ തിക്നെസ് ഗേജ് തന്നെ വേണം. മൈക്രോമീറ്ററിലും വിഷമാണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇത് 0.1 തന്നെയാണ്. ഇത് 0.1 mm ആണ് ഇതിന്റെ തിക്നെസ്. അപ്പോൾ ഇത് 0.1 തൊട്ട് 0.3 വരെ ഉള്ളത് നമുക്ക് ഈ സ്പോട്ട് വെൽഡറിൽ പറ്റും. പിന്നെ ഇതിൽ വില കൂടിയത്, കൂടുതൽ പവറുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് 5000, 6000 ആ റേഞ്ചൊക്കെ വില വരും. അങ്ങനെയുള്ളതിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രൊഫഷണൽ ആയിട്ടുള്ള കൂടുതൽ വർക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ കണ്ടിന്യൂസ് ചെയ്യണമെങ്കിൽ ഇതിലിപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട് ഇതിൽ. അതുപോലെ മോസ്ഫെറ്റ് ഒരു 5 മോസ്ഫെറ്റ് IC ഇത് 5 എണ്ണം വരുന്ന ടൈപ്പാണ് വരുന്നത്. ഇത്തിരി പവർ ഉള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്ട്രിപ്പ്, നമ്മൾ ചെറിയൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ എത്ര വേണം ആ നീളത്തിൽ നമ്മൾ ഒരു സ്ട്രിപ്പ്, ചെറിയൊരു പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക. ഒരുപാട് നീളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ ഇതിൽ നിന്ന് സോൾഡർ ചെയ്യാണ് ചെയ്യുക. ഈ സ്ട്രിപ്പിൽ നിന്നാണ് സോൾഡർ ചെയ്യുക. നമ്മൾ ബാറ്ററിയിൽ ഡയറക്റ്റ് സോൾഡർ ചെയ്താൽ പിടിക്കില്ല. പിന്നെ ഒരുപാട് ഹീറ്റ് ചെയ്യുമ്പോൾ സെല്ലിന് കംപ്ലൈൻ്റ് ആണ്, ലിഥിയം അയൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. കാണിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു 5, ഇതിപ്പോൾ എത്രയിൽ ഇട്ടാലും നമുക്ക് ഇത് ആംബിയർ പോരാ, അതിൽ വെൽഡ് ആവില്ല. അത് ഒന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇതിങ്ങനെ ടച്ച് ചെയ്ത് ഇതും കൂടെ, രണ്ടും കൂടെ ടച്ച് ആകുമ്പോഴാണ് അവിടെ. ഇപ്പം ഇതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ടച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ സ്പാർക്ക് വരുന്നില്ല, അത് വെറുതെ സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ശരിക്കും അത് ചെറുതായിട്ടൊന്ന് പൊട്ടൽ സ്പാർക്ക് വരും, അപ്പോഴാണ് അത് പിടിക്കുക. നമുക്കൊരു ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിലൊന്ന് വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് മൈനസ് മാറാതെ കണക്ഷനൊക്കെ ബാറ്ററി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചുവപ്പ് തന്നെയായിരിക്കണം, പ്ലസ്സിൽ നെഗറ്റീവ്, മൈനസിൽ കറുപ്പും വരുന്ന രീതിയിലാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്രയേ ഉള്ളൂ. ഈ ടെർമിനലിൽ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് പിടിച്ച് മറ്റേ പോയിന്റ്. ഇതിപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിപ്പോൾ 1, 2, 3 ഇങ്ങനെയുള്ള. അപ്പോൾ ഒരു 5 ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്.
എന്നിട്ടൊന്ന് നോക്കാം. ഈ സ്പാർക്ക് വരുമ്പോൾ അപ്പോഴാണ് ഇത് പിടിക്കുക. മാക്സിമം നമുക്ക് കൂട്ടി ഇപ്പോൾ 7 ഇതിപ്പോൾ ഫുള്ളിലിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പവറിൽ നല്ല ഇതുവരെ ഇട്ട് പിടിക്കും. പിന്നെ ഇത് വിട്ടു പോകുന്ന പ്രശ്നമില്ല. നമുക്ക് വേറെ ഒരു പീസും കൂടെ 5ലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പീസ് വെച്ച് ഇത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണത് സ്പോട്ട് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇതിപ്പോൾ സെല്ല് ചൂടാകുകയും മറ്റു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ഡാമേജ് വരില്ല സെല്ലിന്. മറ്റേ സോൾഡർ ചെയ്യാനൊക്കെ നോക്കിയാൽ ഹീറ്റ് ചെയ്ത് സെല്ല് കംപ്ലൈൻറ്റ് വരും, ചിലപ്പോൾ തീ പിടിക്കാനൊക്കെ. ലിഥിയം ബാറ്ററി ഇങ്ങനെ ഓവർ ഹീറ്റായി തീ പിടിക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ലിഥിയം ബാറ്ററി നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യാൻ എന്തെങ്കിലും റിപ്പയറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വീട്ടിൽ ഒരു സ്പോട്ട് വെൽഡർ ഇതുപോലെ ഉള്ള ഒരു സ്പോട്ട് വെൽഡർ ഉപയോഗിച്ച് വളരെ നല്ലതാണ്. ഇതൊക്കെ വില കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഇതിപ്പോൾ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ മെഷീനൊക്കെ തീരെ ചെറുതാണെങ്കിൽ നമുക്ക് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ പിടിക്കില്ല, പൈസ വേസ്റ്റ് ആവുമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്നാലും പല മോഡലുകൾ കാണാറുണ്ട്. ഇതിലിപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്, സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം, നമുക്ക് ഇതിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിൽ പറ്റും. പലതിൽ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല, ഡിസ്പ്ലേ ഉണ്ടാവില്ല, പവർ അഡ്ജസ്റ്റ് ചെയ്യാം, ഒരേ മോഡൽ ഇതായിരിക്കും. അപ്പോൾ ഈ പ്ലേറ്റിന്റെ തിക്നെസ് അനുസരിച്ച് ചിലപ്പോൾ പവർ കൂട്ടേണ്ടി വരും. ചിലത് തിക്നെസ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചിടേണ്ടി വരും. ചിലപ്പോൾ കൂടെ പവർ ഇട്ടാൽ അങ്ങനെ കത്തിപ്പോവും. അപ്പോൾ അതിന് ഈ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ടൈപ്പ് തന്നെ വാങ്ങുമ്പോൾ നോക്കി വാങ്ങുന്നത് നല്ലതായിരിക്കും. നമുക്ക് കൂടുതൽ കുറച്ച് വില കൂടിയാലും ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റും ഡിസ്പ്ലേ ഇതൊക്കെ ഉള്ള മോഡൽ ചില കേസോട് കൂടി വരുന്നുണ്ട്. ഇതിനിപ്പോൾ കേസ് ഒന്നും വരുന്നില്ല, ഓപ്പൺ ആണ്. നമുക്ക് വേണമെങ്കിൽ ചില കേസിലിട്ട് ഉപയോഗിക്കാം. കൂടുതലായിട്ട് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കേസിൽ ഇത് ഫിറ്റ് ചെയ്താൽ നമുക്ക് പ്രൊഫഷണൽ രീതിയിലും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റും, ചെറിയ രീതിയിലൊക്കെ. പിന്നെ വൻകിട രീതിയിൽ ചെയ്യണമെങ്കിൽ വലിയ മെഷീനുകളൊക്കെ 5000-ന് മുകളിലൊക്കെ അതിന് വില വരുന്നുണ്ട്. അങ്ങനെയുള്ളത് വെച്ച് നമുക്ക് സ്വന്തം ആവശ്യങ്ങൾ വീട്ടാവശ്യത്തിനൊക്കെ ബാറ്ററികളൊക്കെ 2-3 ബാറ്ററിയൊക്കെ ഇതിൽ മാറ്റുന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. എത്രയും നമുക്ക് ഇതൊന്നും നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിലയുടെയൊക്കെ വാങ്ങി വെച്ചിട്ട് സ്വന്തം യൂസിന് വല്ല കാലത്ത് പറഞ്ഞ 2 അതിപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 വർഷത്തിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഇതാകെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അത്രയും നമുക്ക് വീട്ടിലൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ബാറ്ററി മാറ്റി ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഇതിന് ഏതെങ്കിലും അതിലൊരു സെല്ല് കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ ആ സമയം അതുവരെയ്ക്ക് നമ്മളപ്പോൾ അത്രയും 10-15,000-ൻ്റെയൊക്കെ വാങ്ങി വെച്ചാൽ നമുക്കത് വേസ്റ്റാണ് അത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ നിർത്തുന്നു. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.